ഹലോ ഫ്രണ്ട്സ്, ANR's ഹാർട്ട് ബീറ്റ് ഓഫ് ഫെയ്ത്ത് എന്ന യൂട്യൂബ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുവാനായി പോകുന്നത് ഇന്നോവേറ്റീവ് ടീച്ചിങ് മെത്തേഡ്സ്, നഴ്സിംഗ് എഡ്യൂക്കേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇന്നോവേറ്റിംഗ് ടീച്ചിങ് മെത്തേഡ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ് എന്തൊക്കെയാണ്, അതിൽ ഏതൊക്കെ മെത്തേഡ്സ് ആണുള്ളത്, ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻസ്, ഡിഫറൻഷ്യേറ്റഡ് ഇൻസ്ട്രക്ഷൻസ്, ഡയറക്റ്റഡ് ഇൻസ്ട്രക്ഷൻസ് തുടങ്ങിയ ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ചാണ് നാം ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുവാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് എന്താണ് നമുക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ് എന്ന് നോക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്. സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് മീൻസ് ദ ഓൾഡസ്റ്റ് ഓഫ് ദ ടീച്ചിങ് മെത്തേഡാണ് നമ്മുടെ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ഷെയർ ചെയ്യുന്നത് സ്റ്റോറി അല്ലെങ്കിൽ എക്സ്പീരിയൻസ്, അവരുടെ എന്തെങ്കിലും എക്സ്പീരിയൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡായിട്ട് പറയുന്നത്. ഓക്കെ, ഈ നമ്മൾ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനുള്ള കീ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് പ്ലോട്ട്, പിന്നെ സെറ്റിംഗ്, ക്യാരക്ടേഴ്സ്, പോയിൻ്റ് ഓഫ് വ്യൂ ആൻഡ് കോൺഫ്ലിക്റ്റ്. ഇത്രയും കാര്യങ്ങൾ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് നമ്മളൊരു ഇൻസ്ട്രക്ഷണൽ മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് എലമെൻറ്റ്സ് ആയിട്ട് ഇതിനകത്ത് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് എന്ന് പറയുന്ന ഇന്നോവേറ്റീവ് ടീച്ചിങ് മെത്തേഡ്സ് എഫക്റ്റീവ് ആയിരിക്കത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസ്സിലുള്ള ഓരോരുത്തരോട് 1-to-1 ടീച്ചിങ് മെത്തേഡ് എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ സെൽഫ് ബേസ്ഡ് ലേണിംഗ് എന്ന് പറയും. ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ആ ഒരു നമ്മുടെ കരിക്കുലത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഒരാളുടെ ഇൻഡിവിജ്വലിന് വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനെയാണ് ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഡിവിജ്വലൈസ്ഡ് മെയിനായിട്ട് നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻ പറയുമ്പോൾ മെയിനായിട്ട് 5 ടൈപ്സ് ആണ് ഇതിനകത്തുള്ളത്. അതിൽ 5 ടൈപ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് സെറ്റ് ക്ലിയർ ആൻഡ് സ്പെസിഫിക് ഗോൾസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ക്ലിയർ ഗോൾസ് സെറ്റ് ചെയ്ത് വെക്കുക. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ദി മേക്ക് ഗോൾസ് ചാലഞ്ചിങ് ആൻഡ് റിയലിസ്റ്റിക്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഗോൾസ് റിയലിസ്റ്റിക് ആൻഡ് ചാലഞ്ചിങ് ആയിട്ടുള്ള രീതിയിൽ ഗോൾസ് സെറ്റ് ചെയ്യുക. ദെൻ തേർഡ് വൺ ഈസ് ദി മേക്ക് ഗോൾസ് ഡൈനാമിക് ആൻഡ് റിവ്യൂ റെഗുലർലി. ഇനി നമ്മൾ ഉണ്ടാക്കിയ ഗോൾ എന്ത് ചെയ്യണം, നമ്മൾ ഡൈനാമിക്കാണ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കത് ചേഞ്ച് ചെയ്യാം. അതുപോലെ നമുക്ക് റിവ്യൂ ചെയ്യാം, ഇത് എഫക്റ്റീവ് ആണോ എന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റിവ്യൂ ചെയ്ത് നോക്കാം. പിന്നെ 4ാമത്തെ സ്റ്റെപ്പാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രസ് എത്രത്തോളമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഫൈനലൈസ് ചെയ്ത് നോക്കുക. ലാസ്റ്റ് എന്ത് ചെയ്യുക, ഇൻവോൾവ് ദ പാരൻസിനെയും കൂടി ഇൻവോൾവ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഓക്കെ ആണ് അല്ലെങ്കിൽ അവർക്ക് എഫക്റ്റീവ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ടൈപ്പാണ് ഡിഫറൻഷ്യേറ്റഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഡിഫറൻഷ്യേറ്റഡ് ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ടീച്ചേഴ്സ് അഡ്ജസ്റ്റ് ദെയർ കരിക്കുലം. ടീച്ചർ എന്ത് ചെയ്യുന്നു, കരിക്കുലത്തിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു ആൻഡ് ഇൻസ്ട്രക്ഷൻ ടു മാക്സിമൈസ് ദ ലേണിംഗ് ഓഫ് ഓൾ സ്റ്റുഡൻസ്. എന്നിട്ട് നമ്മൾ എല്ലാ സ്റ്റുഡൻസിനും എന്ത് ചെയ്യുന്നു, ഒരേപോലത്തുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. ഇത് നമ്മൾ ഈ ഒരു ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കുന്നത് ആവറേജ് ലേണേഴ്സ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണേഴ്സ്, സ്ട്രഗ്ലിംഗ് സ്റ്റുഡൻസ്, അതായത് കുറച്ച് പിക്കപ്പ് ചെയ്യാൻ കുറച്ച് പാടുള്ള കുട്ടികൾക്ക്, പിന്നെ ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ളവർക്ക്, അല്ലെങ്കിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനൊക്കെയാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് എന്തൊക്കെ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം, ഒന്ന് കണ്ടൻറ്റ്, പ്രോസസ്സ്, പ്രോഡക്റ്റ്, ലേണിംഗ് എൻവയോൺമെൻറ്റ്. ഇത്രയും കാര്യം എന്ത് ചെയ്യണം, അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കണം. അപ്പോൾ കണ്ടൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, കുട്ടിക്ക് എന്താ, വാട്ട് ദി സ്റ്റുഡൻറ്റ് നീഡ് ടു ലേൺ, അതാണ് നമ്മുടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഓർ ഹൗ ദ സ്റ്റുഡൻറ്റ് വിൽ ഗെറ്റ് ആക്സസ് ടു ദ ഇൻഫർമേഷൻ, എങ്ങനെ ആ കുട്ടിക്ക് ഇൻഫർമേഷൻ കിട്ടും, അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്താണ് ആ ലേൺ ചെയ്തിട്ടുള്ള നീഡ് എന്താണ്, അതാണ് കണ്ടൻറ്റ്. ഇനി പ്രോസസ്സ് മീൻസ് ആക്ടിവിറ്റീസ് ഇൻ വിച്ച് ദ സ്റ്റുഡൻറ്റ് എൻഗേജസ്. ആ ഒരു ടൈമിൽ നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലെക്ചറിങ് ഉപയോഗിക്കും, അതുപോലെ നമ്മൾ കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഡിസ്കഷൻസ് യൂസ് ചെയ്യും. അങ്ങനെ അതിനെയാണ് നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. ദെൻ പ്രോഡക്ട്സ് മീൻസ് projects that ask the student to rehearse, apply and extend what he or she was learned in a unit. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറയുക, അവരുടെ അടുത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുക, അല്ലെങ്കിൽ നമ്മളടുത്ത് അവരെന്ത് ചെയ്യുക, റിഹേഴ്സ് ചെയ്യാൻ വേണ്ടി പറയുവാണ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊസീജിയേഴ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കുക, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റീഡെമോ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്,
പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്നത് ലേണിംഗ് എൻവയോൺമെൻറ്റ്. ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എത്രത്തോളമാണ് അവർക്ക് ആ ഒരു ക്ലാസ് റൂം എൻവയോൺമെൻറ്റ്, നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷണൽ അനാലിസിസ് അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് റൂം മാനേജ്മെൻറ്റ് പഠിക്കുന്ന സമയത്ത് അതിനകത്ത് പറയുന്നുണ്ട് ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മുടെ ആ ലേണിംഗ് എൻവയോൺമെൻറ്റും കൂടി നേരെ രീതിയിൽ കൊണ്ടുവന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ ഇൻസ്ട്രക്ഷണൽ മീഡിയാസ് നമുക്ക് ഓക്കെ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇത്രയും നേരം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നോവേറ്റീവ് ടീച്ചിങ് മെത്തേഡ്സിലെ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്, ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻസും ഡിഫറൻഷ്യേറ്റഡ് ഇൻസ്ട്രക്ഷൻസുമാണ് നോക്കിയത്. ഇനി കുറച്ചും കൂടി ഇൻസ്ട്രക്ഷൻസ് ബാക്കിയുണ്ട്. അത് നമുക്ക് പാർട്ട് 2 നെക്സ്റ്റ് വീഡിയോയിലായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സ്, ഇന്നോവേറ്റീവ് ടീച്ചിങ് മെത്തേഡ്സ് നമുക്ക് എപ്പോഴും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസായി രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.